21 വാക്യവും നമുക്ക് ചേർന്ന് നമുക്ക് വായിക്കാം. സങ്കീർത്തനങ്ങൾ 145, 145. എൻ്റെ ദൈവമായ രാജാവേ, ഞാൻ നിന്നെ പുകഴ്ത്തും, ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. യഹോവ വലിയവനും അത്യന്തം സ്തുതിനുമാകുന്നു, അവൻ്റെ മഹിമ അഗോചരമത്രേ. നിന്റെ പ്രതാപത്തിൻ്റെ തേജസ്സുള്ള മഹത്വത്തെയും നിന്റെ അത്ഭുത കാര്യങ്ങളെയും ഞാൻ ധ്യാനിക്കും. അവർ നിന്റെ വലിയ നന്മയുടെ ഓർമ്മയെ പ്രസിദ്ധമാക്കും, നിന്റെ നീതിയെക്കുറിച്ച് ഘോഷിച്ചുല്ലസിക്കും. യഹോവ എല്ലാവർക്കും നല്ലവൻ, തൻ്റെ സകല പ്രവൃത്തികളോടും അവന് കരുണ തോന്നുന്നു. മനുഷ്യപുത്രന്മാരോട് അവൻ്റെ വീര്യപ്രവൃത്തികളും അവൻ്റെ രാജ്യത്വത്തിൽ തേജസ്സുള്ള മഹത്വവും പ്രസ്താവിക്കേണ്ടതിന് നിന്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു, നിന്റെ ആധിപത്യം തലമുറ തലമുറയായി ഇരിക്കുന്നു. എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു, നീ തൽസമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. യഹോവ തൻ്റെ സകല വഴികളിലും നീതിമാനും തൻ്റെ സകല പ്രവൃത്തികളിലും ദയാലുവും ആകുന്നു. അടുത്ത വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കാം. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും, അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. യഹോവ തന്നെ സ്നേഹിക്കുന്ന ഏവരെയും പരിപാലിക്കുന്നു, എന്നാൽ സകല ദുഷ്ടന്മാരെയും അവൻ നശിപ്പിക്കും. എൻ്റെ വായ് യഹോവയുടെ സ്തുതിയെ പ്രസ്താവിക്കും, സകല ജഡവും അവൻ്റെ വിശുദ്ധ നാമത്തെ എന്നേക്കും വാഴ്ത്തട്ടെ. നൽകപ്പെട്ട നല്ല വചനത്തിനായി നമ്മുടെ കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആമേൻ. ദൈവവചനം നമ്മളോട് സംസാരിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മഹാപരിശുദ്ധനും നീതിമാനുമാകുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ വചനത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ വചനത്തിൽ നിന്ന് ദൈവമേ, ഞങ്ങൾക്ക് ആവശ്യമാകുന്ന ദൂത ദൈവം ഞങ്ങൾ നൽകുമാറാകണം. കടന്നു വന്നിരിക്കുന്ന ഓരോ തൻ്റെ പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വചനത്താൽ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചാട്ട് സഹായിച്ചാട്ട്, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. Greetings to each and every one of you in the matchless name of our Lord and Savior Jesus Christ. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള മഹാരാജാതി രാജാവിൻ്റെ പരിശുദ്ധമായ ദൈവവചനവുമായി നിൽക്കുവാൻ ദൈവം എന്നെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I praise and thankful to God who is soon coming and given me the opportunity to stand in midst of you. സമയപരിമിതി മൂലം വായിച്ച വേദഭാഗത്തിലേക്ക് പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുന്നു. I just want to quickly turn our attention to the word because we don't have much time today. നമുക്ക് ഇന്ന് വായിച്ച ഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് തിരിക്കാം. Let's turn our attention to the words that നമ്മൾ വായിച്ച സങ്കീർത്തനത്തിന്റെ ശീർഷകത്തിൽ പറയും പോലെ ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ് ഈ 145ാമത്തെ സങ്കീർത്തനം. Just like it says in the heading, it's a psalms written by David. ഇത് ദാവീദിന്റെ അവസാനത്തെ ഒരു സങ്കീർത്തനമായും കണക്കാക്കപ്പെടുന്നുണ്ട്. And this is one of the psalms which is the last one that David written for the psalm book of Psalms. സങ്കീർത്തനങ്ങൾ 140 മുതൽ 144 വരെയുള്ള സങ്കീർത്തനങ്ങളിൽ ഇതിൽ പ്രാർത്ഥനയെക്കുറിച്ചാണ് കൂടുതലായി ദാവീദ് ഊന്നൽ കൊടുക്കുന്നത്. From 140 till 144 it's a prayerful psalms and coming to this psalm. എന്നാൽ 145ാമത്തെ സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അത് സ്തുതിയെക്കുറിച്ചാണ് കൂടുതലായിട്ട് അതിൽ പ്രാധാന്യം നൽകുന്നത്. And when we come to the Psalms 145 it's emphasis on the praise to God. 145 മുതൽ 150 വരെയുള്ള സങ്കീർത്തനങ്ങളിൽ യഹോവയെ സ്തുതിക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. And from 145 till 150 we can see it's a psalms of praise. അപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞ് സ്തുതി
സ്തുതിയിലേക്ക് വരുന്നു. And we can see that it has come to a stage where we praise God after the prayer. ശ്രദ്ധേയമായ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ The one thing that we have to remember വളരെ here is, പ്രാർത്ഥിക്കുന്നവന് വളരെ സ്തുതിക്കുവാനുണ്ട്. and the people who likes to pray has to praise as well. സങ്കീർത്തനക്കാരനോട് ചേർന്ന് പറഞ്ഞാൽ When we come and say in with the psalmist here, ദൈവത്തോടുള്ള നമ്മുടെ നന്ദിയും സ്തുതിയും പ്രാർത്ഥനയേക്കാൾ കൂടുതലായിരിക്കണം. and our thankfulness to God and the praise to God should go above the prayer that we have for ഇവിടെ him. ദാവീദ് പ്രാപിച്ച അവർണ്ണനീയമായ ദൈവകൃപകളെ ഓർത്ത് പുകഴ്ചയും നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നതാണ് ഈ സങ്കീർത്തനത്തിലെ അധികമായ സന്ദർഭങ്ങളും. And we can see here that David in here is praising and thankful to God of the wonderful and varied talents and graces that he has given to David. ഇതിന്റെ ചരിത്രങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. എബ്രായ എഴുത്തുകാരുടെ ഇടയിൽ ഇപ്രകാരം ഒരു ടോക്ക് ഉണ്ടായിരുന്നു, ഒരു സംസാരമുണ്ടായിരുന്നു. ഈ സങ്കീർത്തനം 3 പ്രാവശ്യം ഒരു ദിവസം ചൊല്ലിയാൽ അവർ വരുവാനുള്ള ലോകത്തിൽ ഭാഗ്യവാനായിരിക്കുമെന്നായിരുന്നു. And there is this, when we study the history there in Hebrew, in the land of Hebrews, we know that if we read this psalm for 3 times a day, we will be in the next life, we will be in a good place. മറ്റുള്ള സങ്കീർത്തനത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായി it's different to the other psalms. ദാവീദിന്റെ പരാതി, വിലാപം, ആ പ്രകാരമുള്ള അനുതാപം, പ്രാർത്ഥന, ഇപ്രകാരമുള്ള സ്വരങ്ങളൊക്കെ ഒന്ന് അവസാനിപ്പിച്ചിട്ട്, and it doesn't have those the previous psalms have that talking about the sadness, the problems that he faced and prayer that he have. This one's a completely different one. ഈ സങ്കീർത്തനത്തിൽ നിത്യതേജസ്സിന്റെ സന്തോഷവും and it shows this psalm shows the eternal light പുകഴ്ചയും and the praise സ്തുതിയും and the glory and praise, ദൈവത്തിന്റെ കരുണയെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. and it shows the grace that God has for us. 21 വാക്യങ്ങളുള്ളിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചിന്തിക്കുവാൻ സമയമില്ല. And in here there's 21 verse and we don't have much time to go ഇതിന്റെ through സംഗ്രഹം each എന്തെന്ന് verse. പറഞ്ഞാൽ The summary in here is വാക്യം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ the first 7 verses, ദൈവത്തിന്റെ മഹിമയെ ഓർത്തുകൊണ്ടുള്ള സ്തുതിയും പുകഴ്ചയുമാണ് കാണിക്കുന്നത്. and it shows the praises that we have to God, showing the worthy and the greatness of God. വാക്യം 8 മുതൽ 10 വരെ From 8 till 10, യഹോവയുടെ നന്മയെക്കുറിച്ച് പാടുന്നു. and it shows the goodness of God towards us. വാക്യം 11 മുതൽ 13 വരെ From verse 11 to 13, യഹോവയുടെ രാജ്യത്വത്തെക്കുറിച്ച് പാടുന്നു. and it shows the kingdom of God. 14 മുതൽ 16 ഉള്ള വാക്യങ്ങളിൽ And from verse 14 till 16, ദൈവത്തിന്റെ കരുതൽ നമുക്ക് കാണുവാൻ and കഴിയും. it shows the grace and mercy that he has to you. 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ From 17 till 21, ദൈവത്തിന്റെ രക്ഷിക്കുന്ന അളവറ്റ കരുണയെക്കുറിച്ച് ആണ് പ്രതിപാദിക്കുന്നത്. and it shows the mercy that he has to save us from the depths. ഇതിന്റെ ആധാരമായി നമുക്ക് ഇതിന്റെ 9ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് ശ്രമിക്കാം. And let's just turn our attention to verse 9. ഇവിടെ പറയുന്നു, യഹോവ എല്ലാവർക്കും നല്ലവൻ. It says the Lord is good to all. പ്രിയരെ, നമുക്ക് യഹോവ നല്ലവനാണെന്ന് ആർക്കും നല്ലവനല്ല എന്ന് നമുക്ക് ആർക്കും സംശയമൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം യഹോവ നല്ലവനാണ്. And we all don't have a doubt that God is not good. We all know that God is good to us. സങ്കീർത്തനം 34:8 പറയുന്നു, in Psalms 34 verse 8, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. and taste and see the God is good, and if you be in there and you are be blessed. യഹോവ നല്ലവനാണെന്ന് രുചിച്ചറിയേണ്ട സാഹചര്യങ്ങളിൽ കൂടി യഹോവ നമ്മളെ കടത്തിവിടും. And God will put you through the ways that you have to taste and see what God ശരിക്കും is. കടത്തിവിടുമെന്നല്ല, ആമേൻ, പ്രൈസ് ദി ലോർഡ്, കടത്തിക്കൊണ്ട് പോകുമെന്ന് പറയുന്നതായിരിക്കും ഇച്ചിരൂടെ ശരി. And it doesn't mean that he will just push you through that way. He will guide you through that way. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സമയങ്ങൾ, ഓരോ മിനിറ്റ് നമ്മളെടുത്ത് പരിശോധിച്ചാൽ, And if we examine our lives, every minute of our lives, അതിൽ പലതും നമ്മുടെ ജീവിതം വളരെ സങ്കടകരവും ദുഃഖവും പ്രയാസവും ഒക്കെ നിറഞ്ഞതായിരിക്കും. and we can see that every stages of our lives had filled with sadness and problems that we face. വളരെ സമയം കണ്ണുനീരിന്റെ സാഹചര്യങ്ങളിൽ കൂടെ നമ്മൾ പോയിട്ടുള്ള ദിനങ്ങളുണ്ട്. And there were days where we are kept down and be in the knees with full of tears. ചില മാസങ്ങൾ, ചില വർഷങ്ങൾ നമുക്ക് ഒത്തിരി കരയേണ്ടതും ഒത്തിരി പ്രയാസപ്പെടേണ്ടതും ഒത്തിരി മനം നോകേണ്ടതുമായ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. And we might have the days and months and years where we had to be sad for a lot of time. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവ പ്രിയജനമേ, but the people who are hearing me today, ആമേൻ, പ്രൈസ്, ഇതിന്റെ ആകെത്തുക എന്ന് പറയുന്നത് the summary that we have here, നമ്മുടെ ജീവിതത്തിൽ പ്രയാസവും ദുഃഖവും ഭാരവും
അമ്മ നല്ല കണ്ണുനീരും ഒക്കെ വന്നുകൊള്ളട്ടെ. When the problems, when the tears and everything comes to you, എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു സകലവും നന്മയ്ക്കായി വ്യാപരിക്കുന്നു. but the word of God says everything works to the goodness of you. പൗലോസ് പറയുന്നു 2 കൊരിന്ത്യർ അതിന്റെ 11-ാമത്തെ അധ്യായത്തിൽ പൗലോസ് ഇപ്രകാരം പറയുന്നു. In 2 Corinthians verse 25 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയുന്നുണ്ട്. കോലിനാളുള്ള അടി, നമ്മൾ വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നു. കോലിനാളുള്ള അടി, കല്ലേറ്, കപ്പൽ ഛേദം, the beatings, the stoning, നദികളിലെ ആപത്ത്, all the dangers in the river, കള്ളന്മാരാലുള്ള ആപത്ത്, the dangers from the thieves, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, the dangers from the evil brothers, പട്ടിണി, the famine, ശീതം, നഗ്നത, the nakedness, the സ്വജനത്താലുള്ള ആപത്ത്, the dangers of ഇതൊക്കെ ourselves. പൗലോസിന് ഏൽക്കേണ്ടി വന്നു. But Paul had to go through all of those. എന്നാൽ പൗലോസ് പറയുന്നു But Paul saying here, ഇതൊക്കെ നന്മയ്ക്കായി തീർന്നു വന്നു. and it had all been come up to a blessing to ഇതൊക്കെ him. നന്മയ്ക്കായി തീർന്നു എന്ന് എങ്ങനെ പറയുവാൻ കഴിയും? How can he say that it has been a blessing for him? പ്രിയമുള്ളവരെ, നിത്യതയുടെ വെളിപ്പാട് The vision of eternity, അത് കിട്ടിയവർക്ക് the people who received that, ഭൂമിയിലെ സകല നഷ്ടങ്ങളെയും വിലയിരുത്തുന്നത്, those people who has received that vision, everything that happens here, നിത്യതയോടുള്ള ബന്ധത്തിലാണ്. and it all connects to eternity. ആ നിത്യതേജസ്സിന്റെ ഘനം ഓർക്കുമ്പോൾ And if you look into that eternity, ഇവിടുത്തെ സകല നഷ്ടങ്ങളും every loss that we had here, ലാഭമാണെന്ന് ചിന്തിക്കുവാൻ നമുക്ക് കഴിയണം. and we could see and we could feel that everything is a profit for പ്രിയ us. ദൈവസഭയോടുള്ള ആമേൻ ഇന്നത്തെ ദൈവത്തിന്റെ വചനം പറയുന്നു, The words that we had for this church here, എപ്രകാരമാണ് നമുക്ക് അങ്ങനെ ചിന്തിക്കുവാൻ കഴിയുക? how can we think like that? അതിന് ദൈവം നല്ലവനാണെന്ന് നാം രുചിച്ചറിയണം. And we have, because to know that, to think about that, we need to know and taste and the goodness of God. 1 പത്രോസ് 2:3 പ്രകാരം പറയുന്നു, 1 Peter 3, it 2 says, verse 3, 2 verse 3, കർത്താവ് ദയാലുവെന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. God is gracious to you. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 9-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുമ്പോൾ When we turn to the verse 9, 9 പറയുന്നു, ദൈവം എല്ലാവർക്കും നല്ലവനാണ്, എല്ലായ്പ്പോഴും നല്ലവനാണ്. and the Lord is good to all forever. കാരണം ദൈവത്തിന്റെ സ്വഭാവമാണ് ആ നല്ലവൻ എന്നുള്ളത്. And we know that it's a character of our God to be good. ദൈവത്തിന് ദോഷം ചെയ്യുവാൻ കഴിയുകയില്ല. And God doesn't know how to do evil to ഈ you. സങ്കീർത്തനത്തിൽ നിന്നും ആമേൻ ചില വാക്യങ്ങളെ എടുത്ത് ആർക്കൊക്കെയാണ് ദൈവം നല്ലവൻ എന്ന് പറയുവാൻ കഴിയുക? And let's look to the Psalms and see who is God good to. 14-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, In verse 14 it says, വീഴുന്നവരെയൊക്കെയും യഹോവ താങ്ങുന്നു, The Lord- കുനിഞ്ഞിരിക്കുന്നവരെയൊക്കെയും അവൻ നിവർത്തുന്നു. The Lord upholds all those who fall and lifts up all who are bowed down. അപ്പോൾ വീഴുന്നവർക്ക് യഹോവ നല്ലവനാണ്. And God is good to those who fall down. എന്തുകൊണ്ടാണ്? Why is that? കാരണം വീണാലും താളടിയാകാതെ താങ്ങുന്ന ഒരു ബലമുള്ള കരം എനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ളതാകയാൽ. And because we have the hand from God who can keep you the strength and give you the protection when you fall down. ജീവിതത്തിന്റെ ബലഹീനതയിൽ സംഭവിച്ച ഒരു പാപത്തെ കുറിച്ചോ ഒരു വീഴ്ചയെ കുറിച്ച് മാത്രമല്ല ഇവിടെ പറയുന്നത്. And it doesn't say about the sin that we had from the birth. സങ്കീർത്തനം 118-13-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, In Psalms 118 verse 13 it ഞാൻ says, വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി, and you have pushed me so that I will fall എങ്കിലും down. യഹോവ എന്നെ സഹായിച്ചു. But instead, in midst of all that, God came and saved സങ്കീർത്തനം me. 83:4 പറയുന്നു, In Psalms 83 verse 3 says, വരുവീൻ ഇസ്രായേൽ ഒരു ജാതിയായിരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളയുക. and the enemy is saying that let's destroy the Israel, that they won't be a nation. പ്രിയ ദൈവജനമേ, The folks here, നിങ്ങളുടെ ജീവിത ഉയർച്ചയിൽ നിന്ന്, അനുഗ്രഹങ്ങളിൽ നിന്ന്, പദവിയിൽ നിന്ന് ആമേൻ പ്രൈസ് ദി ലോർഡ് തള്ളിയിടേണ്ടതിനും തകർക്കേണ്ടതുമാകുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. when the situation comes where we are in the blessing and then everything looks to that we are going to fall down, നമ്മുടെ ജീവിതത്തിലും വീഴ്ത്താൻ നോക്കിയവരില്ലേ? and there are people who try to push us out, അപമാനങ്ങളും അപവാദങ്ങളും ഒക്കെ ആമേൻ വരുത്തേണ്ട വിഷയങ്ങളിൽ കൂടി പിശാച് നമ്മളെ വലിച്ചഴിച്ചു കൊണ്ടുപോയ സാഹചര്യങ്ങളില്ലേ? and Satan had to push through all the negative thoughts and negative talks that we had to face, അനർത്ഥത്തിന്റെയും മരണത്തിന്റെയും സാഹചര്യങ്ങളിൽ സന്ദർഭങ്ങളിൽ നമ്മൾ പോയ ദിവസങ്ങളില്ലേ? and we had to go through the days where we had to be in a difficult position or be in danger. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു,
But the word of God says, താളടിയാകാതെ താങ്ങിയ ദൈവത്തിന്റെ ബലമുള്ള ഭുജം and the Lord's hand who has the strength to uphold us. എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. And he has been working for us. അതേ, ദൈവം നല്ലവനാണ്. And God is good to us. അത് നമ്മുടെ ജീവിതാനുഭവത്തിൽ കൂടി പറയുവാൻ കഴിയണം. And we can say that from our അത് experience. നമ്മുടെ സാക്ഷ്യമായി പറയുവാൻ കഴിയണം. And we can say that through our testimonies. അവർ വീഴുന്ന അടുത്ത് പറയുന്നു, നമ്മൾ ഇപ്രകാരം പറയുന്നു, അവൻ വീഴുന്നവരൊക്കെ താങ്ങുന്ന ദൈവമാണ്. And it says the Lord upholds all those who fall. അപമാനത്തിൽ കുനിഞ്ഞുപോയ തലകളെ നിവർത്തിയ ദൈവമാണ്. And lifts up all who are bowed down. ലജ്ജിപ്പിക്കാത്ത ഒരു ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടിയുണ്ട്. And we have a God who we can trust on. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ശ്രദ്ധിച്ച ഒരു വാക്യമായിരുന്നു, കേട്ട ഒരു ഭാഗമായിരുന്നു, രക്തസ്രാവമായ പിടിച്ച സ്ത്രീയെ കുറിച്ച് നമ്മൾ കേൾക്കുവാനിടയായി. And the last week we heard about the woman who had അവിടെ bleeding. സമൂഹത്തിൽ അവക്കുണ്ടായിരുന്ന മാന്യതകളെല്ലാം നഷ്ടപ്പെട്ടിരുന്നു. And the respect that the society had for her had been lost through that sickness. ലജ്ജയോടുകൂടി ആരുടെ മുന്നിൽ പോകുവാൻ കഴിയാത്ത ഒരു സാഹചര്യം. And she couldn't go out to meet other people. എന്നാൽ അവിടെ ലജ്ജയെ എന്റെ കർത്താവ് മാറ്റി. But God has taken that away from her. വേശ്യാസ്ത്രീയായ ഒരു സ്ത്രീയെ കുറിച്ച് ബൈബിൾ പറയുന്നു. And we can see from Bible there's a prostitute. ദൈവത്തിന്റെ അടുക്കലേക്ക് ഓടി വന്ന് വീഴുകയാണ്. And she came to the Jesus and fell down to him. ഒരുപക്ഷെ അവിടെ ജീവിതത്തെ നോക്കിക്കഴിഞ്ഞാൽ ആർക്കും അവളെ കുറ്റം വിധിക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലാണ് അവൾ ആയിരിക്കുന്നത്. And if we look into her life, we can see that anyone can say bad things about her. എന്നാൽ അവളുടെ ലജ്ജയെയും എന്റെ ദൈവം മാറ്റി. But even for her, Jesus took that away from her. കല്ലെറിഞ്ഞു കൊല്ലുവാൻ വന്നവരുടെ മുമ്പിൽ അവിടെ തലയെ ദൈവം ഉയർത്തി. And Jesus lifted up her head when the other people came to stone her to death. പ്രിയരേ, നമ്മുടെ ജീവിതവും in our lives, ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ, just like Bible says, ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നമ്മൾ അർപ്പിക്കുമ്പോൾ, and when we sacrifice our life with the pureness and the holiness that God requires from നമ്മളെ you, കുനിഞ്ഞ അനുഭവങ്ങളിൽ നിന്നും തീർച്ചയായും വിടുവിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. and we have a God who definitely will lift up your head in those deep moments. വിടുവിക്കുന്ന ഒരു ദൈവം നമുക്ക് വിശ്വസ്തനായുണ്ട്. And we have a God who we can trust to take us out of that situation. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Praise God for those people who believe in that. അടുത്തത് വാക്യം 15-ാമത്തെ വാക്യത്തിലേക്ക് പോയാൽ, യഹോവ ആർക്കാണ് നല്ലവൻ? എന്റെ രണ്ടാമത്തെ ഭാഗത്തിൽ പറയുന്നു, And let's go to the verse 15, second part. തൽസമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. And you give them their food at the right time. തൽസമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, തീൻ കൊടുക്കുന്നത് കൊണ്ട് യഹോവ നല്ലവനാണ്. And God is good to them because he gave them food at the right time. ഇവിടെ പറയുന്നത് വിശപ്പെന്ന് ഉദ്ദേശിക്കുന്നത് അതൊരു ഭൗതികമായ ഒരു ഭാഗമായി മാത്രം എന്നെ കാണണ്ട. And if we look at the food thing, we shouldn't look at in a physical way, but like in a spiritual way as well. വെളിപ്പാട് അനുസരിച്ച് പറഞ്ഞാൽ, And if we look into the visions of that, ആത്മീയതയിൽ ഒന്നുകൂടെ വെളിപ്പാട് പ്രാപിക്കണം. and we should be hunger for getting more and more visions. അല്പം കൂടെ ഉന്നതമായ ഒരു വെളിപ്പാട് നാം പ്രാപിക്കണം. And we should get the revelations and visions in a different level. അല്പം കൂടി ആഴമായ ഒരു വെളിപ്പാട് നാം പ്രാപിക്കണം. And we should get a deeper vision to it. നേരത്തേതിലും ആഴമായ ഒരു പ്രാർത്ഥനാ ജീവിതം നമ്മുടെ ജീവിതത്തിൽ And we ഉണ്ടായിരിക്കണം. should have a deeper prayer life than we had previously. ദൈവത്തിനായി ചില ആത്മാക്കളെ നേടുവാനുള്ള ദാഹവും വാഞ്ചയും വിശപ്പും നമ്മൾക്കുണ്ടായിരിക്കണം. And we should have the thirst and we should have the hunger to get more souls into God's kingdom. ഇപ്രകാരമുള്ള ഒരു വിശപ്പ് നമ്മളെ എപ്പോഴും സ്വാധീനിച്ചിട്ടുണ്ടോ? And did we had that hunger before? ഉണ്ടെങ്കിൽ ആ വിശപ്പിനും ആ ദാഹത്തിനും അനുസൃതമായി, and the depthness, like the thing that you have for the hunger, നമുക്ക് വേണ്ടി തന്നു മാനിപ്പാൻ വിശ്വസ്തനായ ഒരു ദൈവം നമുക്കുണ്ടെന്ന് ദൈവാത്മാവിനാൽ ഞാൻ സഭയോട് അറിയിക്കുന്നു. and we have a God that who can feed you that hunger out of it. യോഹന്നാൻ 4 ഇപ്രകാരം പറയുന്നു, in John 4 says, യേശുക്രിസ്തു ശിഷ്യന്മാരോട് ഇപ്രകാരം ഒരു കാര്യം അവരോട് സംസാരിക്കുന്നു. and Jesus was talking to the നിങ്ങൾ disciples, അറിയാത്ത ഒരു ആഹാരം ഞാൻ കഴിച്ചു. I have eaten something that you haven't heard about. എന്താണ് കഴിച്ച ആഹാരം? What is that food? യേശുവിനെ അറിയാത്ത ഒരു ദേശം, a place where Jesus wasn't heard കനാന്യ before. സ്ത്രീ മൂലം ആ ദേശം യേശുവിനെ കണ്ടു. Because of that Canaanite woman, everyone heard about Jesus. അവിടെ പറയുന്ന സാഹചര്യം നോക്കുമ്പോൾ സമരിയ സ്ത്രീയെ അല്ലെങ്കിൽ അവിടുത്തെ സമരിയ ഗ്രാമത്തെ അല്ലെ അവിടുത്തെ ആളുകളെ ആത്മാക്കളെ നേടിയ ഒരു സംഭവത്തെ കുറിച്ചാണ് ഇവിടെ യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്നത്. And Jesus was talking to the disciple where he saved that Samaritan woman from her
from our life. ഇത് പറയുമ്പോൾ യേശു ക്രിസ്തു പറയുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചത്. ഇപ്രകാരം പറയുന്നു, ആമേൻ, പ്രൈസ്, ആഹാരത്തെക്കാൾ വലിയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഒരു കാര്യം ഞാൻ ഭക്ഷിച്ചു. And this is when Jesus was saying, I have eaten something which was never heard from you before. ഒരിക്കൽ ഒരു കനാന്യ സ്ത്രീ യേശുവിന്റെ അടുക്കൽ കരഞ്ഞുകൊണ്ട് ഓടി വന്നു. And there was one time where a Canaanite woman came running to him. അതിന്റെ റീസൺ ഇത്രയാണ്, നമുക്കറിയാം, അവളുടെ മകൾക്ക് സൗഖ്യം വേണമായിരുന്നു. And the reason is she wanted her daughter to get healed. അത് ആഗ്രഹിച്ചാണ് ഓടി വന്നത്. And she had the desire to get healed. എന്നാൽ യേശുവിന്റെ മുന്നിൽ വന്നപ്പോൾ യേശു മൗനമായിരുന്നു. And when the woman came to him, he kept silent. ഈ മൗനം കനാന്യ സ്ത്രീക്ക് വളരെ വേദന ഉണ്ടാക്കി. And the woman was sad because Jesus was silent. നമുക്കറിയാം, പ്രതീക്ഷിച്ചു വന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് യേശു ക്രിസ്തുവിൽ നിന്ന് ആ കനാന്യ സ്ത്രീക്ക് ഉണ്ടായത്. And the woman had a different reaction from Jesus than what she expected ആ from. വരുത്തിയ മൗനത അവൾക്ക് വളരെ വേദനയുണ്ടാക്കി. And she was really sad because of the reaction. ഒടുക്കം യേശു വാ തുറന്ന് അവളോട് പറഞ്ഞത് ഇപ്രകാരമാണ്, And at the end Jesus said to her, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എന്ത് ചെയ്യത്തില്ല, കൊടുക്കത്തില്ല. and we don't give food to we don't give the food that we have kept for the kids to the dogs. ചോദിച്ചാൽ എങ്ങനെയാണ്, നൽകുന്നത് വിഹിതമാണോ എന്നാ ചോദിച്ചത്. And is it good to give it to the dogs? നാമങ്ങാണ് വരുന്ന ഇത് കേട്ടാൽ അന്നേരം നമ്മളത് അവിടുന്ന് ഒന്നെങ്കിൽ കുറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് പോയേനെ. And if we are in that position, we would say something and just leave. തീർച്ചയായിട്ടും നമ്മൾ പൊറുപെടുത്തേനെ. And we will murmur against him. തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞേനെമായിരുന്നു, ഈ പുള്ളിക്കാരൻ ഇവിടെ മുഴുവൻ നടന്നു ഉള്ളവരെല്ലാം സൗഖ്യമാക്കി, എന്റെ ഒരു കാര്യമായിട്ട് ചെന്നപ്പം പുള്ളിക്കാരൻ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു. And for sure we will say that Jesus had gone to different places and healed a lot of people, but he hasn't വളരെ healed my child. നിരാശയോട് കൂടി ഒരുപക്ഷെ നാം ആയിരുന്നെങ്കിൽ തിരിഞ്ഞു പോയേനെമായിരുന്നു. And if we were in that position, we would have gone away. എന്നാൽ അവളുടെ ഒരു മറുപടിയാണ് യേശുവിനെ ഏറ്റവും ആശ്ചര്യപ്പെടുത്തിയത്. But Jesus was surprised by the response from that woman. അവളുടെ ചലിക്കാത്ത ഒരു വിശ്വാസത്തിന്റെ ഒരു വാക്ക് ഹല്ലേലൂയ യേശു ക്രിസ്തുവിനോട് പറഞ്ഞപ്പോൾ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ക്രിസ്തു യേശുവോട് ആശ്ചര്യപ്പെട്ടു എന്നുള്ള രീതിയിൽ അവിടുത്തെ വാക്യം പറയുന്നു. And it says that when she responded back, it showed the tremendous, the steady, firm faith that she had to Jesus. അതിന് നല്ലൊരു കോംപ്ലിമെന്റ്, നല്ലൊരു കമന്റും കൂടെ അവിടെ പറയുന്നു, ഇത്ര വലിയ വിശ്വാസം. And Jesus is complimenting her and says, do you have this much faith? എന്തായിരുന്നു യേശുവിനെ ആശ്ചര്യപ്പെടുത്തിയ വിശ്വാസം? And what is that Jesus got surprised അവിടെ from? പറയുന്ന വാക്യം ഇപ്രകാരമാണ്, നായ്ക്കുട്ടികളും ഉടയന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ എന്ത് ചെയ്യുന്നു, കൊണ്ട് ജീവിക്കുന്നു. And it says that the woman says that the dogs do live by the breadcrumbs that falls from the master's എന്തായിരുന്നു table. ആ വീഴുന്ന അപ്പനുറുക്കുകൾ കൊണ്ട് കനാന്യ സ്ത്രീ ഉദ്ദേശിച്ചത്? What does it mean? What does that woman mean by that? ഉടയന്മാരുടെ മേശയുടെ കീഴേ വരുന്ന അപ്പനുറുക്കുകൾ കൊണ്ട്, And the breadcrumbs, the small bread pieces that falls from master's table. അതുകൊണ്ടും ജീവിക്കുന്നവരുണ്ട്. And there are people who live by that. ഒരു കനാന്യ സ്ത്രീയുടെ ആവശ്യമെന്നത് ആ ഒരു അപ്പനുറുക്കായിരുന്നു. And what the woman needed was that breadcrumb, that small breadcrumb. കുറച്ചും കൂടെ നല്ല ഭാഷയിൽ പറഞ്ഞാൽ അവളുടെ മകളുടെ സൗഖ്യമായിരുന്നു. And she only needed that, the healing for the daughter. തലമുറയുടെ സൗഖ്യമാകുന്ന ഒരു അപ്പനുറുക്ക്. And that healing that she needed for her generation. നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ ഉന്നതമായി പടവുകളിലേക്ക് കടന്നു ചെല്ലുവാൻ നാം ആഗ്രഹിക്കുന്ന ഒരു അപ്പനുറുക്ക്. And the future that we want, that with that breadcrumb. മറുപടിയാകുന്ന ഒരു അപ്പനുറുക്ക്. And the response that we need from that breadcrumb. അപ്പം നുറുക്കുന്ന ഏതാണെങ്കിലും, and whatever that might be, ഉടമസ്ഥന്റെ കയ്യിൽ നിന്ന് അറിവോട് കൂടി നമുക്ക് പ്രൈസ് ദി ലോർഡ് നുറുക്ക് നമുക്ക് ലഭിച്ചാൽ, and when we receive that by the knowledge of the master, ഒരു മറുപടിയുടെ അപ്പകഷ്ണം ഉണ്ടെന്നുള്ള തിരിച്ചറിവ് പ്രൈസ് ദി ലോർഡ് വിശ്വസിക്കുന്നവർക്ക്, and the person who believes that the response that they get from the ഈ master, ദൈവം നല്ലവനാണ്, and the God is good to them. ഈ ദൈവം നല്ലവനാണ്. God is good. മൂന്നാമത്തെ കാര്യം പറയുന്നത് ഇപ്രകാരം 18ാമത്തെ വാക്യത്തിൽ, And the third point, which is in the verse യഹോവ തന്നെ 18, വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. and the Lord is near to all who call on him, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. and to all who call on him in truth. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവൻ നല്ലവനാണ്. And God is good to all those who call on him. സത്യമായി തന്നെ എന്ന് വെച്ചാൽ ആത്മാർത്ഥതയോട് വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും യഹോവ നല്ലവനാണ്. And why it says in truth is that whoever
whoever calls to him in sincerity, God is good to നമ്മൾ them. പ്രാർത്ഥിക്കും, നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ നിലവിളിയുടെ മുമ്പിൽ നമ്മളെ തള്ളിക്കളയാത്ത ഒരു ദൈവം. And we have a God who doesn't take us away when we sincerely pray to him. സമീപസ്ഥൻ എന്ന് പറഞ്ഞാൽ നമ്മളോട് ചേർന്നിരിക്കണമെന്നാണ് അർത്ഥം. And when it says near, it says that Jesus is close to you. ചില നിമിഷങ്ങളിൽ ആരുമില്ലാത്ത സാഹചര്യങ്ങൾ, ഏകമായിരിക്കുന്ന സാഹചര്യങ്ങളും എനിക്ക് നിങ്ങൾക്ക് വേണ്ടി സമീപസ്ഥനായി നമ്മുടെ യഹോവ കൂടെയുണ്ട്. At moments when we had been in a problem and situation and Jesus is near to you. ഇത് നമ്മുടെ മറ്റുള്ള ഗ്യാരണ്ടി, മനുഷ്യന്റെ ഗ്യാരണ്ടി പോലത്തെ ഗ്യാരണ്ടി അല്ല. And it's not a guarantee that the humans can give you. മക്കൾക്ക് കൊടുക്കുന്ന പേരൻസിന്റെ ഗ്യാരണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗ്യാരണ്ടി പോലല്ല. And this is not like a guarantee that the parents can give to their children. മരണത്തിൽ നിന്നും രോഗത്തിൽ നിന്നും എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും വിടുവിക്കുവാൻ കഴിയുന്ന ഒരു ഗ്യാരണ്ടി. And this is a guarantee that the God can provide to get you out of the deaths and the സാന്നിധ്യമായ sickness that ഓരോ you have. നാളും മിനിറ്റും നമ്മളോട് കൂടെയിരിക്കുന്ന ആമേൻ പ്രൈസ് ദി ലോർഡ് സമീപസ്ഥനായ ദൈവം. And we have a God who can dwell with you in the highs and the lows and any time you want. ഒരു അടുത്തൊരു വാക്യം കൂടെ വായിച്ച് നമ്മുടെ വാക്യം അവസാനിക്കും. 20-ാമത്തെ വാക്യം, യഹോവ തന്നെ സ്നേഹിക്കുന്ന ഏവരെയും പരിപാലിക്കുന്നു. And the Lord watches over all who love him. ലോകത്തിൽ യഹോവ പരിപാലിക്കുന്ന പോലെ ആർക്കും പരിപാലിക്കുവാൻ And കഴിയില്ല. God, no one can watch you like God do. നമ്മുടെ ഏത് സാഹചര്യത്തിൽ നമ്മൾ ഏറ്റവും ബെറ്ററായി പരിപാലിക്കാൻ കഴിയുന്ന ഒരേ ഒരു നാമം അത് യഹോവ മാത്രമാണ്. And only Lord can watch you and protect you like no one else. സകല അനർത്ഥത്തിൽ നിന്നും നിന്നെ വിടുവിക്കുവാൻ കഴിവുള്ള ഒരു കരം നമുക്കുണ്ട്. And he has the hand to save you from all the dangers that തന്നെ coming up സ്നേഹിക്കുന്ന to you. ഏവരെയും നമ്മുടെ ദൈവം And പരിപാലിക്കുന്നു. God protects all those who love him. ഈ സങ്കീർത്തനം നമ്മൾ കേട്ട ആമേൻ പ്രൈസ് ദി ലോർഡ് ചിന്തയെ നമുക്ക് ഇങ്ങനെ ഒന്ന് സംഗ്രഹിച്ച് ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. And we can finish by summarizing ഈ this. ദൈവം വീഴുന്നവർക്ക് നല്ലവനാണ്. And God is good to those who fall. ആ ദൈവം അവർക്ക് താങ്ങുന്നവനാണ്. And God who supports them. രണ്ട്, വിശക്കുന്നവർക്ക് നല്ലവനാണ്. And the second is he is good for those who hunger. കാരണം ദൈവം തൽസമയത്ത് അവർക്ക് ആഹാരം നൽകുന്ന Because ദൈവമാണ്. God gives them food at the proper മൂന്ന്, time. വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നല്ലവനാണ്. And God is good to those who call on him. കാരണം ദൈവം അവർക്ക് ഉത്തരം നൽകുന്ന Because ദൈവമാണ്. God is going to reply back to them. സ്നേഹിക്കുന്നവർക്ക് നല്ലവനാണ്. And God is good to those who love him. കാരണം സകലവും അവർക്ക് നന്മയ്ക്കായി കൂടി And വ്യാപരിക്കുന്നു. because he takes everything and be അതെ, a blessing to ദൈവം them. നല്ലവനാണ്. And God is good. എല്ലാവർക്കും നല്ലവൻ. God is good to everyone. എല്ലായ്പ്പോഴും നല്ലവൻ. And God is good all the നല്ല time. ദൈവത്തോട് ചേർന്നിരിപ്പാൻ ഈ വചനം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. Let the word of God that we heard today make us close to